ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരൺ മനോഹറിനെ കാണാൻ വേണ്ടി വീണ്ടും പോകാണ്. മനോഹറിനോട് പറയണ്ട, എടാ നിന്റെ മോളെയും കൊണ്ട് ഞാൻ വരാൻ നിൽക്കുകയാണ്, നിന്നെ ഗുണ്ടകൾ ആക്രമിച്ചത്. ആദ്യം കല്യാണി മോളെയും കൊണ്ട് വന്നപ്പോഴേക്കും സരയു നിന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഞാൻ മോളെയും കൊണ്ട് വന്നപ്പോഴേക്കും ഗുണ്ടകൾ നിന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ ഗുണ്ടകളെ പറഞ്ഞയച്ചത് സരയു തന്നെയാണ് എന്ന് പറയാണ്. പക്ഷെ ആ ഗുണ്ടകളെ പിടിക്കാൻ സാധിച്ചില്ല. കാരണം ഗുണ്ടകളെ പിടിച്ചു കഴിഞ്ഞാൽ സരയുവിന്റെ പേര് അവരെന്തായാലും പറയും. പിന്നെ സരയുവിന് ജയിലിൽ പോകേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയണ്ട, വേണ്ട സാറേ, ഇനി സാറ് കല്യാണി മേഡം കഷ്ടപ്പെട്ട് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വരണ്ട. പിന്നെ സരയു നിങ്ങളുടെ ഒരു ശത്രുതയാവും. അത് സാരില്ല, എനിക്ക് കുഴപ്പമില്ല സാറേ, നിങ്ങൾ റിസ്ക് എടുത്ത് ഇനി കുഞ്ഞിനെ കാണിക്കണ്ട. എടാ ഞങ്ങൾക്ക് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിന്നെ കുഞ്ഞിനെ കാണിക്കാണ്ട് വേറെ ആർക്കും ഒരു താല്പര്യമില്ലടാ, പ്രത്യേകിച്ച് സരയുവിന. സത്യം പറഞ്ഞ സരയുവിന്റെ കാര്യം കഷ്ടം തോന്നും. അവള് നിന്നെ ഒരുപാട് വെറുക്കുന്നുണ്ട്. നിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇപ്പൊ അവളാണ്. കാരണം അവൾ അത്രമാത്രം വെറുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ അവൾക്ക് അത്രമാത്രം സ്നേഹം കൊടുത്തിട്ടുണ്ടെന്നാണ്. നീ അവൾക്ക് സ്നേഹം അഭിനയിച്ചപ്പോ വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് അഭിനയിച്ച് തകർത്തു. ഞാൻ കല്യാണിനെ സ്നേഹിക്കണേക്കാളും 10 മടങ്ങായിരുന്നു നീ അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നത്. അത് അവളത് വിശ്വസിച്ചു. അതാണ് നീ അവൾ ഇത്രമാത്രം നിന്നെ വെറുക്കുന്നത്. മനോഹർ പറയണ്ട്, ശരിയാ സാർ പറഞ്ഞത്. ഞാൻ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹം കാണിച്ച് പറ്റിച്ചു ഞാന്. അതുകൊണ്ട് അവരെന്നെ വിടാതെ പോകുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിട്ടാ ഞാൻ ഓവറായിട്ട് സ്നേഹം കാണിച്ചത്. എല്ലാ പെണ്ണുങ്ങളുടെ ശാപമായിരിക്കും സാറേ. ഇനി ഈ ശാപം ഏറിയിട്ട് ഞാൻ ഒടുങ്ങും. അത്രയേ ഉള്ളൂ എന്റെ ജീവിതം. എടാ നീ അങ്ങനെ ഒടുങ്ങേണ്ടവനല്ല. നിന്റെ സാഹചര്യം കൊണ്ടിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ആയെന്ന് എനിക്ക് കല്യാണിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ സഹായിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇനിയിപ്പോ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ എന്ന് പറയാണ്. സാരില്ല കിരൺ സാറേ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെയൊക്കെ വലിയ മനസ്സ്. മോളെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നു, പക്ഷെ ഇനിയിപ്പോ വരണ്ട. വന്നു കഴിഞ്ഞാൽ ഇനിയും വലിയ അപകടമൊക്കെ സംഭവിക്കും. സാരില്ല, ശരി ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. കിരൺ പോയി കഴിയുമ്പോൾ മനോഹർ കരയുവാട്ടോ. അതിനുശേഷം കിരൺ നേരെ പോയിട്ട് ഈ കാര്യം കല്യാണി അടുത്ത് പറയണ്ട്. കല്യാണി പറയണ്ട്, എന്ത് ചെയ്യാനാ, അവ മോളെ കാണിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് കിരണേട്ടാ. പക്ഷെ ആർക്കും അതിൽ വലിയ താല്പര്യമില്ലല്ലോ, പ്രത്യേകിച്ച് സരയുവിന്. അവൾക്കത് ദേഷ്യമാകും. അവള് മാത്രമല്ലല്ലോ, നമ്മുടെ അമ്മക്കും അതിന് താല്പര്യമില്ലല്ലോ. അമ്മ എന്നോട് പറഞ്ഞത് മനോഹറിനെ കുഞ്ഞിനെ കാണാൻ യാതൊരു യോഗ്യതയില്ലെന്നാ പറഞ്ഞത്. പക്ഷെ അവന്റെ സാഹചര്യം കൊണ്ട് അവൻ ഇങ്ങനെ ആയെന്ന് പോലീസുകാർക്കും കോടതിക്കും നമുക്കും മനസ്സിലായി. പക്ഷെ മറ്റുള്ളവരാരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, എനിക്ക് അവനോട് ഒരു വെറുപ്പില്ല കിരണേട്ടാ. അവനോട് എനിക്കിപ്പോ ഒരു ദേഷ്യം പോലും തോന്നുന്നില്ല എന്ന് പറയാണ്. എനിക്കും അങ്ങനെ തന്നെയാണോ, എന്ത് പറയാനാ. ഇനി കുഞ്ഞെ കൊണ്ടേ കാണിക്കേണ്ട, അത് പിന്നെ സരയുവിന്റെ സ്വഭാവ മാറ്റത്തിന് കാരണമായേക്കാം. കിരൺ പറയണ്ട, അത് താൻ പറഞ്ഞ ശരിയാണ്. സരയു ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവനെയാണല്ലോ. അവൾക്ക് അവനോടുള്ള വെറുപ്പ് മാറിയെങ്കിൽ മനോഹറിന് നല്ലൊരു ജീവിതം കിട്ടിയാനെ. താനൊന്ന് ആലോചിച്ചൊക്കെ, ഇനി അവൻ നമ്മുടെ മുമ്പിൽ അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല. അവനിപ്പോ കാണിക്കുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്, അവന്റെ മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹം. കാരണം 10-12 വർഷം കഴിഞ്ഞിട്ടേ അവനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവനെ ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതെ, എന്തായാലും സരയു മനസ്സ് മാറി അവന്റെ കൂടെ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കിരണേട്ടാ. അതെ, അങ്ങനെ എനിക്കും തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ആവുകയാണെങ്കിൽ നല്ലതായിരുന്നു. അവനും നല്ലൊരു ജീവിതം കിട്ടിയാരെ, സരയുവിനും നല്ലൊരു ജീവിതം ഇനി കിട്ടിയാരെ. കുഞ്ഞിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. സത്യം പറഞ്ഞ മനോഹർ ഇതുവരെ അവന്റെ ഒരു കുഞ്ഞിനെ കണ്ടിട്ടോ ലാളിച്ചിട്ടോ സ്നേഹിച്ചിട്ടോ ഇല്ല. ആദ്യമായിട്ട് സ്നേഹിക്കുക ലാളിക്കുകയും ചെയ്യുന്ന കൺമണി മോളെയാണല്ലോ. അതുകൊണ്ട് അവൻ ആ യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞത്, ഒരു നിഷ്കളങ്ക സ്നേഹം അവൻ തിരിച്ചറിഞ്ഞത് കുഞ്ഞിലൂടെയാ. അതാ അവന്റെ ഈ മാറ്റത്തിന് കാരണം എന്നൊക്കെ കിരണും കല്യാണിയും ഇങ്ങനെ പറയുന്നു കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ഒരു കാടാണ്. ആ കാട്ടില് ഗംഗപ്രസാദ് അമ്പ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പഠിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അവിടേക്ക് നമ്മുടെ ഈ അമലു വരുന്നുണ്ട്. എന്നിട്ട് ഗംഗപ്രസാദിന് പറയുന്നുണ്ട്, അമ്പയ ഞാൻ പഠിപ്പിച്ചതല്ലേ, ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ വേണം നേരെ വെക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അമ്പക്ക നേരെ വെക്കാട്ടെ, അമ്പും ബില്ലൊക്കെ നേരെ പിടിപ്പിക്കുകയാണ്. ശേഷം ആ ഗംഗപ്രസാദ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടേക്ക് കിരൺ ഇങ്ങനെ നടന്നു വരുന്നുണ്ടോ. കിരണിനെ കാണുമ്പോ തന്നെ ഗംഗപ്രസാദ് വേഗം തന്നെ അമലുവിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്, ഇവനാണ് ആ വില്ലൻ, ഇവനാണ് എന്നെ കൊല്ലാൻ നോക്കിയെന്നൊക്കെ ആക്ഷൻ വഴി പറയാണ്. അമലു പറയുന്നുണ്ട്, ഇത് വിഷം പുരണ്ട അമ്പാണ്, ഞാൻ അമ്പയെ പഠിപ്പിച്ചിട്ടില്ലേ, അമ്പയി അവന്റെ നെഞ്ചത്ത് തന്നെ അമ്പയി വിനായകേട്ട എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് അമ്പ് കിരണിന്റെ നെഞ്ചിലേക്ക് തറക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ കൂർപ്പിച്ചു വെക്കാട്ടോ. ആ സമയത്ത് കിരണും ഗംഗപ്രസാദിനെ കാണുന്നുണ്ട്. കിരൺ വേഗം ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴേക്കും ഗംഗപ്രസാദ് വേഗം തന്നെ അമ്പും വില്ലും കിരണിന്റെ അടുത്തേക്ക് ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ശേഷം അമ്പയുവാണ്. അമ്പയുമ്പോ തന്നെ ആ അമ്പ് നേരെ കൊണ്ട് കയറുന്നത് കിരണിന്റെ നെഞ്ചിലേക്കാട്ടോ. കിരൺ അപ്പൊ തന്നെ വിഷം പുരണ്ട അമ്പായത് കൊണ്ട് തന്നെ അവിടേക്ക് കുഴഞ്ഞു വീഴുവാണ്. അപ്പൊ തന്നെ ചോര ഒരുപാട് പോകുന്നുണ്ട്. പിന്നെ വിഷം ചീന്തിയ അമ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു പോവാട്ടോ കിരണ്. പെട്ടെന്ന് തന്നെ അവിടെ ഗംഗപ്രസാദ് അങ്ങോട്ട് ചിരിക്കുകയാണ്. പെട്ടെന്നാണ് കല്യാണി ചാടി എഴുന്നേക്കുന്നത്. കിരണേട്ടാ എന്ന് വിളിച്ച് ചാടി എഴുന്നേക്കാണ്.
കിരൺ എഴുന്നേക്കുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന്. എന്താ കല്യാണി, എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്. എന്താ താൻ ആ ഗംഗപ്രസാദിന് സ്വപ്നം കണ്ടോ? കണ്ടു കിരണേട്ടാ. അല്ല, എന്ത് സ്വപ്നം താൻ കണ്ടത്? അവൻ കിരണേട്ടനെ ആക്രമിക്കാൻ വരുന്നത്. അവൻ ജീവനോട് ഉണ്ടെന്ന് തന്നെയാ കിരണേട്ട എനിക്ക് തോന്നുന്നത്. കല്യാണി, എനിക്ക് വിശ്വാസമുണ്ടോ അവൻ മരിച്ചെന്ന്. പക്ഷെ താൻ ഇങ്ങനെ പറയുമ്പോഴും പിന്നെ തന്റെ സ്വപ്നത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നടക്കാറുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു സംശയം പോലെ. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കാം, കാട്ടിലൊന്ന് തിരയാൻ വേണ്ടി പറയാം. അത് വേണം കിരണേട്ടാ. അല്ല, താൻ എന്ത് സ്വപ്നം കണ്ടത്? അത് കാട്ടില് രതീഷേട്ടനും ബൈജുവായിട്ട് കിരണേട്ടൻ പോയപ്പോ ഒരു പെൺകുട്ടീനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പെൺകുട്ടീനെ ആയിരിക്കും ചിലപ്പോ ഞാൻ സ്വപ്നം കണ്ടത്. അല്ല, താൻ എന്താ കണ്ടെന്ന് പറ. ഗംഗപ്രസാദ് അവനൊരു പെൺകുട്ടിയായിട്ട് നിൽക്കുന്നു. കിരണേട്ടൻ അവനെ തിരയാൻ വേണ്ടി കാട്ടിലേക്ക് പോയപ്പോ അവൻ അമ്പില് വിഷം ഇങ്ങനെ തീണ്ടിട്ടുണ്ടായിരുന്നു. ആ അമ്പായിട്ട് കിരണേട്ടനെ എടുത്തുന്നിട്ട് എന്നിട്ട് എനിക്ക് ഞാൻ പറയാം, അവൻ ആ അമ്പ് എന്റെ നെഞ്ചിലേക്ക് തറച്ചിട്ടുണ്ടാവും, ഞാൻ മരിച്ചിട്ടുണ്ടാവും അല്ലെ? അതല്ലേ താൻ കണ്ടത്? അതെ, അങ്ങനെ തന്നെയാ കിരണേട്ടനെ കണ്ടത്. ആ പെൺകുട്ടി തന്നെയായിരിക്കോ കിരണേട്ടൻ അന്ന് പറഞ്ഞ മൂപ്പന്റെ മോള്? അവൾ അതന്നെയായിരിക്കും എന്റെ കല്യാണി. അന്ന് ആ മൂപ്പന്റെ മോളെ കണ്ടപ്പോ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല. പിന്നെ നിന്റെ സ്വപ്നത്തെ കണ്ട പെണ്ണ് ഏതാന്ന് ഞാൻ എങ്ങനെ അറിയാനാ? കിരണേട്ട, എനിക്കെന്തോ വല്ലത് പേടിയാവുന്നു. അവനങ്ങനെ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും വീണ്ടും ഭീഷണിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തും. കല്യാണി, അവൻ ഇനി അവനെ കൊന്നിട്ടാണ് കൊക്കയിലേക്ക് ഇട്ടത്. അഥവാ അവൻ ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നീ പറഞ്ഞ പോലെ ജീവൻ ഉണ്ടെങ്കിൽ അവന്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. അവനെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ഉയരത്തിന്നാണ് അവൻ വീണത്. അല്ല കിരണേട്ട, ഈ കാട്ടിലെ മനുഷ്യരുണ്ടല്ലോ, ഈ കാട്ടുമൂപ്പനും അതുപോലെ തന്നെ ഈ വിദ്യകളൊക്കെ അറിയാവുന്ന മനുഷ്യർ, അതായത് ഇങ്ങനെ ഒടിവും ചതിവൊക്കെ മാറണ മരുന്നൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യര്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഗംഗപ്രസാദിനെ സുഖപ്പെടുത്തിയാലോ? അതാ ഞാൻ പറഞ്ഞത്, നാളെ ഒന്ന് പോലീസുകാരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിക്കാം എന്ന് കിരൺ പറയാണ്. ശേഷം കല്യാണി കിരണെ കെട്ടിപ്പിടിച്ച് കിടക്കുവാട്ടോ. പിന്നീട് കാണിക്കുന്ന രാവിലെ തന്നെ നമ്മുടെ എസ് ഐ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കാട്ടിലുള്ള ഒരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട്. അത് അവിടുത്തെ കാട്ടിലുള്ള ഒരു ആളാണ്. ആ പുള്ളി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ എസ് ഐ ആണ്, ഇവിടുന്ന് ഒരു ഗംഗപ്രസാദിനെ മിസ്സിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ? അറിയാം സർ, അവന് അന്ന് പറഞ്ഞപ്പോ തന്നെ കാട്ടിലൊക്കെ ഞങ്ങൾ തെരഞ്ഞായിരുന്നു, അങ്ങനത്തെ ഒരാൾ കാട്ടിൽ വന്നിട്ടില്ലെന്ന ഇവിടെയുള്ളവർ പറഞ്ഞത്. എങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് തിരയണം, അയാൾ കാട്ടിൽ പോയിട്ടുണ്ടാവുന്ന എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ശരി സർ, ഞാൻ നാളെ തന്നെ അത് തിരയാനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് പോലീസുകാരനും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഗംഗപ്രസാദിനെയാണ്. ഗംഗപ്രസാദിന്റെ കാലിലൊക്കെ മസാജ് ചെയ്ത് കിഴി വെച്ച് ഇങ്ങനെ പിടിച്ചു കൊടുക്കാണ് അമലു കേട്ടോ. അപ്പൊ അമലു പെട്ടെന്ന് പിടിക്കുമ്പോഴേക്കും ഗംഗപ്രസാദിന് അതുപോലെ ഒച്ച ഉണ്ടാക്കുമ്പോഴേക്കും വേദന എടുത്തോ എന്ന് പറയുമ്പോ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, വേദനയില്ല. അമലു പിടിക്കുമ്പോ വേദനയില്ല എന്നിങ്ങനെ കാണിക്കാണ്. ഓഹോ, ഞാൻ ചെയ്യുമ്പോ വേദനയില്ലെന്നാണോ പറയണേ അല്ലെ? കൊള്ളാം. പിന്നെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഒരു അമ്മാമയുണ്ട്. ഇവിടെ ഉൾക്കാട്ടിലാണ്. ആ അമ്മാമക്ക് ദിവ്യശക്തിയുള്ള അമ്മാമയാണ്. പറയുന്നതൊക്കെ അച്ചട്ടായിട്ട് നടക്കും. എന്റെ ജാതകം നോക്കി ആ അമ്മാമ എന്താ പറഞ്ഞതെന്നറിയാവോ? എന്നെ കല്യാണം കഴിക്കാൻ പോണ ആള് നാട്ടിലെ ആളാണെന്ന്. അയാള് കാട് കയറി വന്ന് എന്നെ വിവാഹം കഴിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. മാത്രല്ല, എനിക്ക് നാട്ടിലേക്ക് വരാൻ വല്ലാത്ത ആഗ്രഹമാണ് വിനായകേട്ടാ. ഈ കാട് എനിക്ക് മടുത്തു. നിങ്ങളൊക്കെ ആ കാട്ടിലേക്ക് വരുന്നത് ഒരു വിനോദയാത്ര പോലെയല്ലേ? പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാട്ടിൽ എന്തൊക്കെ സൗകര്യമാ. എനിക്ക് അതൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോ വിനായകൻ നമ്മുടെ ഗംഗപ്രസാദ് അമലുവിനോട് പറയുന്നുണ്ട്, നിന്നെ വിവാഹം കഴിച്ച് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോവാം എന്ന് പറയാണ്. സത്യമായിട്ട് വിനായകേട്ടൻ എന്നെ വിവാഹം കഴിക്കോ എന്ന് ഗംഗപ്രസാദ് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ അമലു വേഗം തന്നെ ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങിയിരുന്നിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഗംഗപ്രസാദ് അമലുവിനെ തന്റെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ്. പക്ഷേ എന്തേ കാണിക്കണതേ? ആരെങ്കിലും കാണോട്ടോ, ആരെങ്കിലും കണ്ട പ്രശ്നമാകും. പിന്നെ മറ്റവനുണ്ടല്ലോ ഒരു മന്ദബുദ്ധി ഇവിടെ നടക്കുന്നവൻ വേലു, അവനെങ്ങാനും കണ്ട അപ്പെടുത്ത് അമ്മടുത്ത് പറഞ്ഞു കൊടുക്കും. അമ്മക്കൊക്കെ വിനായകേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗംഗപ്രസാദ് വീണ്ടും അമലുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ. അയ്യോ, എനിക്ക് പേടിയാവാ, നിങ്ങളെ നാട്ടിലുള്ളവരെ നമ്മൾ പറ്റിച്ചിട്ട് പോകുന്നൊക്കെ പേടിയുണ്ട്. ഞാൻ നിന്നെ പറ്റിക്കില്ല, ഞാൻ നിന്നെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അമലുവിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുവാട്ടോ. ശേഷം ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കണ്ടേ, എടി നീ ആലോചിക്കണം നിന്നെ കല്യാണം കഴിക്കാവുന്ന കാര്യമാണ്. പക്ഷെ എന്റെ മനസ്സിൽ അവിടെ ആ നാട്ടില് കാർത്തികയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവുന്നുള്ള ടെൻഷനാണ് എനിക്ക് എന്നാലോചിച്ചിരിക്കുന്ന ഗംഗപ്രസാദിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.